അല്ലാഹു പറയുകയാണ് വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുകാ. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം. എത്രയെത്ര ആളുകളാണ് ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നവരും ഈ ശീലമുള്ളവരാണ്. പക്ഷെ അവരോട് അതിരട്ട സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ പറയുകയാ, അല്ല പറയുന്നുണ്ട് വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുകാ. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ നാശത്തിലേക്ക് ഇടാൻ പാടില്ല. നിങ്ങളുടെ കൈകൾ കൊണ്ട് നാശത്തിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. ആദരവായ റസൂലുള്ളാഹി പറഞ്ഞു, നിഅമതാനി മഗ്ബൂബതാനി കസീറുൻ മിനന്നാസ്. അല്ലാഹു ഒരു മനുഷ്യന് നൽകിയ രണ്ട് അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹത്തിന്റെ വില നിശ്ചയിക്കാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. അല്ലാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, അതിന് വില നിശ്ചയിക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല. മരതകരത്നങ്ങളെക്കാളേറെ ഗോമേതകത്തെക്കാളേറെ അല്ലാഹു ഒരു അടിമക്ക് നൽകുന്ന വില നിശ്ചയിക്കാൻ കഴിയാത്ത രണ്ട് അനുഗ്രഹത്തെ പറയുമ്പോ അതിലൊന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? അസ്സിഹത്തു വൽ ഫറാഗ്. പൊന്നുമോനെ ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് നൽകിയ ഏറ്റവും വലിയ വിലമതിക്കാൻ കഴിയാത്ത രണ്ട് അനുഗ്രഹം, അതിലൊന്നാമത്തേത് നിന്റെ ആരോഗ്യമാണ്. അല്ല തന്ന ആരോഗ്യമാണ്. ഈ കൈയുടെ ആരോഗ്യം, കാലിന്റെ ആരോഗ്യം, കണ്ണിന്റെ ആരോഗ്യം, ഈ കരളിന്റെ ആരോഗ്യം. മോനെ, കരളിന് ആരോഗ്യം വേണ്ടേ? ഹൃദയത്തിന് ആരോഗ്യം വേണ്ടേ? ഒരു ദിവസം 3500 ലിറ്റർ രക്തം പമ്പ് ചെയ്യേണ്ട അവയവമല്ലേ ഹൃദയം? ആ ഹൃദയത്തിന് ആരോഗ്യം വേണം. ആരോഗ്യമുള്ള ഹൃദയമാണ് ഒരു ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ആ ഹൃദയത്തിന് ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുകാ. ആ ഹൃദയത്തിന് ആരോഗ്യം നഷ്ടപ്പെടുന്ന, പടച്ചറപ്പ് നൽകിയ ഏറ്റവും വലിയ വിലമടിക്കാൻ കഴിയാത്ത ആരോഗ്യത്തെ പെണ്ണേ, പെങ്ങളെ, ചെറുപ്പക്കാരാ, നീ അതിനെ നശിപ്പിക്കാൻ പാടില്ല. ഈ ഹൃദയത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പുകവലി. പുകവലി നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഏറെ കൽബ് കൊണ്ട് സ്നേഹിക്കുന്നവർക്കും ഈ സ്വഭാവമുണ്ട്. പക്ഷേ പുകവലിക്കുന്നവർക്ക് സാധാരണ ആളുകളെക്കാൾ ക്യാൻസർ വരാനുള്ള സാധ്യത 85% കൂടുതലാ. വൈദ്യശാസ്ത്രത്തിന്റെ കണക്കാണ്. പുകവലി പാടില്ല ചെറുപ്പക്കാരാ. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെക്കുമ്പോൾ പണ്ടേ കൊടന്നു പോയൊരു ശീലത്തിന്റെ ഭാഗമായി പുകവലിച്ചു തള്ളുമ്പോ ആ പുകവലിക്കുന്നതിലൂടെ അല്ലാഹു തന്ന അനുഗ്രഹത്തെ നീ വലിച്ചെറിയുകയാ. റബ്ബിനോട് നീ പറയുകയാ, നീ തന്ന ആരോഗ്യം എനിക്ക് വേണ്ട. പുകവലിക്കുകയാണ്. ബീഡി വലിക്കല്ലേ സഹോദരങ്ങളെ. രാവിലെ എഴുന്നേറ്റാൽ ബീഡി വലിച്ചില്ലെങ്കിൽ പിന്നെ സമാധാനമില്ല. അതിരാവിലെ എഴുന്നേറ്റു വലിയ ബീഡി കണ്ടാലുടനെ പറയുന്നു കൊണ്ടാ ബീഡി. പുകവലി ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് പുകവലി. കേൾക്കേണ്ടതാണ് ഒരു വിഷയം, ഇന്നില്ലാരും കേട്ടിട്ടു നേരെ ചാടി വീടരുതാരും. കേൾക്കേണ്ടതാണ് ഒരു വിഷയം, ഇന്നെല്ലാരും കേട്ടിട്ടു നേരെ ചാടി വീടരുതാരും. ഒരു വിഷയം അതെല്ലാവരും കേൾക്കേണ്ടതാണ്. പക്ഷെ കേട്ടാൽ ആരും എന്റെ നേരെ ചാടി വീടുകയും ചെയ്യരുത്. ഞാൻ സ്നേഹം കൊണ്ട് പറയും, ഇവിടെ വെച്ച് നിർത്തുക. ഇത് അള്ളാഹുവിന്റെ പുകവലി എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ ഒരു നിഅമത്തിന് എതിരെ നിന്റെ നിഅമത്ത് എനിക്ക് വേണ്ട. റബ്ബ് നൽകി മനസ്സിലാവാനുണ്ട. പെണ്ണുങ്ങൾക്ക് ഇത്രയും സന്തോഷമുള്ള ഒരു വിഷയം വേറെ കാണില്ല. ഈ പറയനോട് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തിയിട്ടില്ല. ഇങ്ങനെയെങ്കിലും നിർത്തിണ്ടായിരുന്നു. പുകവലി ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് പറഞ്ഞിട്ട് പോയാൽ എനിക്കതിൽ നിന്നൊരു ലാഭം ഉണ്ടാകണം. ആ ലാഭം ഇതാണ്. പുകവലിക്കുക, സിഗരറ്റ് വലിക്കുക, പാൻപരാഗ് ക്യാൻസറിന്റെ ഏറ്റവും വലിയ കാരണമാണ്. അള്ളാഹു ബോധം തരട്ടെ. ഒരെണ്ണം ആമീൻ പറയണില്ല, എപ്പോഴും പോക്കറ്റിൽ കാണും. സിസ്റ്ററിന്റെ 4 വായിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു ബോധം തരട്ടെ. കാരണം മറ്റൊന്നുമല്ലത് പുകവലിക്കുക തന്നെ. അത് മോശമാ, മാറ്റേണ്ടതാണ് പൊന്നേ. പുകവലി മാറ്റേണ്ട സ്വഭാവമാണ്. പറയുന്ന പക്ഷം സാരമല്ലൊരു ബീഡിയാ.
നോക്കുന്ന പക്ഷം ആപത്തുണ്ടൊരു കോടിയാ. തഴവാ ഉസ്താദ് പറയുകയാണ്, പറയുന്ന പക്ഷം സാരമല്ലൊരു ബീഡിയാ. നോക്കുന്ന പക്ഷം ആപത്തുണ്ടൊരു കോടിയാ. പറയുമ്പോ ഒരു ചെറിയ ബീഡിയല്ലേ ഉസ്താദേ, പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ആപത്തുകൾ 1 കോടി ആപത്താ. ഈ ബീഡി വലിക്കുന്നത് ഹറാമാണോ ഹലാലാണോ? ദുർഗന്ധമേറ്റു മലക്കുകൾ വെറുക്കുന്നതാ. അതുമാത്രമല്ല വരെപ്പോഴും ശപിക്കുന്നതാ. ആ പുകവലിയുടെ ദുർഗന്ധമാരുടെ ശരീരത്തിലുണ്ടോ അവനെ അള്ളാഹുവിന്റെ മലക്കുകൾ ശപിക്കുമെന്ന് അവന്റെ ചുറ്റുഭാഗത്തുള്ള മലക്കുകൾ പറയുമത്രേ. അവര് ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പോരാ, ഈ പുകവലിക്കുന്നവൻ മരിക്കുന്നതിന് മുമ്പേ തൗബ ചെയ്തിട്ടേ അവൻ മരിക്കാവൂ എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല രേഖപ്പെടുത്തുന്നുണ്ട്. പുകവലിച്ചാൽ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണമെന്ന് വരെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഇപ്പൊ വലിക്കുന്നത് നോക്കുമ്പോ അതിനകത്ത് മുസ്ലിയാരും ഉണ്ട്, കാളിയും ഉണ്ട്, എല്ലാരും ഉണ്ട്. ഞാൻ എന്റെ ദൗത്യം ഞാൻ പൂർത്തീകരിച്ചെന്ന് മാത്രം. ഞാൻ എന്റെ സഹോദര സ്നേഹത്തോടെ പറയുകയാണ്, നാളെ ബീഡി വലിക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ 85% അല്ല ഡോക്ടർ പറയാനുള്ളത്, 85% ഇത് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് ഇടരുത്. അഖയ്യറ വാക്കബി ഖുർആനാണ് പറയുന്നത്, വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക, നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് വെച്ചു. അതേത് കയ്യാണ്? ആ കൈയാണിത്. വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക. അല്ലാഹ് പറയുകയാണ്, നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് ഇടരുത്. ക്യാൻസർ വന്നാൽ പിന്നെ കൈ പിടിച്ചിട്ട് കാര്യമില്ല. ആ കൈയാണ് ഇത് പൊട്ടിക്കിടക്ക്. ഒന്ന് പുകവലി, 2 മദ്യം. അള്ളാഹു മനസ്സിലാക്കാൻ ബോധം നൽകട്ടെ. ഇന്നത് മാറി കുട്ടികൾ പോലും ബീഡി വലിക്കാൻ. രാവിലെ എഴുന്നേറ്റാലോ, അതിരാവിലെ എഴുന്നേറ്റു വലിയ ബീഡി കണ്ടാലുടനെ പറയുന്നു കൊണ്ടാ ബീഡി. മുറിബീഡി വീണാൽ കുട്ടികൾ പിടികൂടി, അവരും വലിച്ചതാ ചിരിവാടി. കരകൗസ്തർ എത്ര മനോഹരമായിട്ടാ പറയുക. കല്യാണ സദസ്സിൽ ചെന്നിരുന്നാൽ പിന്നെ ഉടനെ തരുന്നൊരു സ്വാഗതം ഇതു തന്നെ. പുരുഷന്റെ പുകയിൽ സ്ത്രീകളും കൊതിക്കുന്നേ, അവരും ശരിക്കു പരസ്യമായി വലിക്കുന്നേ. ഇന്ന് സ്ത്രീകൾ പോലും പുകവലിയുടെ ഉടമകളായി മാറുമ്പോ ഈ പുകവലിക്കുന്നവരോട് പറയുകയാ, വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ഉസ്താദേ, ഹദീസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. നബി തങ്ങളെ ഹദീസ് പറയുമ്പോ ബീഡി വലിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ന്യായം പറയാൻ കഴിയും. പക്ഷേ മുഫസ്സിരീങ്ങൾ, അള്ളാഹുവിനെ പേടിയുള്ള ഭയമുള്ള ഉലമാക്ക് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി തൗബ ചെയ്യാട് പുകവലിക്കുന്നവൻ, പതിവായി സിഗരറ്റ് വലിക്കുന്നവൻ, അവൻ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. ഇല്ലെങ്കിൽ പരലോകത്തവന്റെ ജീവിതം ബുദ്ധിമുട്ടിലാണെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുമ്പോ ഹബീബായ നബിയുടെ സദസ്സിലേക്ക് ഒരാൾ വന്നു. അയാൾ ഉള്ളി തിന്നിട്ടാണ് വന്നത്. ആ ദുർഗന്ധമല്ലാണ്ട് റസൂലിന് ഇഷ്ടപ്പെട്ടില്ല. അല്ലാന്റെ റസൂല് പറഞ്ഞ്, സഹാബി വെളിയിൽ പോവ്, ദുർഗന്ധത്തോടെ പള്ളിയിൽ വരാൻ പാടില്ല. പുകവലിക്കുന്ന ദുർഗന്ധത്തോട് പള്ളിയിൽ വരാൻ പോലും പാടില്ലെന്ന് മുഫസ്സിർ രേഖപ്പെടുത്തുമ്പോ അതിനേക്കപ്പുറം എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ചെറുപ്പക്കാരാ, പുകവലി അടക്കമുള്ള പാൻപരാഗടക്കമുള്ള ഈ ദുശീലങ്ങൾ മാരകമായ ക്യാൻസറിന് ബാധ്യതയാകുമെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.